എന്തു പറ്റി? കേരളത്തിൽ പട്ടിണി കൊണ്ട് ഭരിക്കുന്നവർക്ക് മന്ത്രി 2 ഔൺസ് വീതം അരി ദാനം ചെയ്യുന്നു. പൗലോസേ, നീ എവിടെ നിന്ന് വരുന്നു? അല്ലേ ഇതാരാ? അല്ല, ഇതാരാ? ഉൾവന്തവുമായ? അതെ, ഞാൻ മടക്കുന്ന വരിക. എന്താ കാര്യം? എന്റെ അമ്മാവിക്ക് ദീനം കൂടുതലാ, മരിച്ചു പോകുന്ന സംശയം. പിന്നെ നീ പോകുന്നു? എനിക്ക് ഉടനെ നാട്ടിലേക്ക് പോകണം. അന്നാ പിന്നെന്താ നീ ഇവിടെ ഇറങ്ങിയത്? എനിക്കിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് കാണണം. അപ്പൊ ഞാൻ വരും. പഞ്ചായത്ത് മെമ്പറാണ്ട് ഇവിടെ ചായ കുടിക്കുന്നു. ഗോപാൽ വിളിച്ചേട്ടു. അയ്യോ, ഇയാളല്ല, 7ാം വാർഡ് മെമ്പർ അവറാച്ചൻ. ഓ, അവറാച്ചനോ? എനിക്കും അയാളെ ഒന്ന് കാണണം. ആ ചിട്ടിപ്പണം ഒന്ന് വാങ്ങാം. എന്നാവാ? വേണ്ട വേണ്ട, ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. എന്നാ സുകാര്യം വല്ല ആണോ? എടാ പൗലോ, ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടാ അവറാച്ചന് 10 ഏക്കർ കാട് പതിച്ചു കൊടുത്തത്. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, നീ എന്നൊന്ന് വിട്ടാ മതി. എന്ത് കാര്യമായാലും നീ എന്നോട് പറഞ്ഞാ മതി. ഏത് മന്ത്രിക്കും ഏത് പാർട്ടിക്കും ഞാനൊരു തുണ്ട് കൊടുത്തു വിട്ടാ മതി. അപ്പൊ കാര്യം സാധിച്ചിരിക്കും. ചേടാ പുഴന്തോമ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്റെ കാര്യം അമ്മായിയുടെ വീട്ടിൽ നിന്ന്. അപ്പൊ നല്ലതിനും ആയിരിക്കുമല്ലോ. 5 എന്റെ വയറ്റിനുള്ളിൽ അവര് മുറിവുണ്ട്. പേടിക്കേണ്ട, ഇതെന്നാ നിധിയാണ് ഒളിച്ചു വെച്ചിട്ട്. ഇങ്ങോട്ട് എടുക്കണ, ഇങ്ങോട്ട് എടുക്കാതെ. അയ്യോ, 1 രൂപ കൊടുക്കാൻ 7 ലക്ഷപ്രഭുവാകാം. പൗലോ, എന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാൻ പോവാ. രൂപ 1 ലക്ഷമാ. എന്റെ കർത്താവേ, രക്ഷപ്പെട്ടു. സാർ, ഞാനെല്ലാം പറയാം. അല്ല, ട്രാൻസ്പോർട്ട് ചെക്കിങ്ങിന് പറ്റിയതാണോ? 21 നമ്പർ ബസ് പോയോ? ഇല്ല, ഞാനും ആ ബസ്സിൽ തന്നെ പോകാനായിരിക്കുന്നു. ഇന്ന് തന്നെ ആ ട്രാൻസ്പോർട്ട് മന്ത്രിയെ ഒന്ന് കണ്ടിട്ട് എന്റെ അളിയൻ ഒരു ട്രാൻസ്ഫോമർ വാങ്ങിക്കൊടുക്കണം. ഏതാ സ്ഥലം മാറ്റം? അതെ, സാറിന് വല്ലയിടത്തോട്ടും ട്രാൻസ്ഫോമർ വേണ്ട വേണ്ട വേണ്ടല്ലേ വേണ്ടല്ലേ വേണ്ടല്ലേ. പൗലോസേ, എനിക്കൂടെ വേണ്ടക്കാരി. എന്നെ പിടിച്ചു. ഇതിലൊരു കള്ളം വന്നോ? ഇല്ല. എവിടെ ഒളിച്ചാലും ഞങ്ങൾ അവിടെ തപ്പും. വാ.
അമ്മച്ചി അമ്മച്ചി നിന്റെ അമ്മച്ചി 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 എന്ത് പറ്റിയ പറ്റാ നമുക്കൊരു നേരം കഞ്ഞിവെള്ളം തന്നോണ്ടിരുന്ന നമ്മള് ചത്തു പോയടാ പോലെ. അയ്യോ അമ്മച്ചി